തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ ഈ പടുകുഴിയിൽ ചാടിച്ചതെന്ന ചോദ്യവുമായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും രാഷ്ട്രീയ നിരൂപകനുമായ ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ തമ്മിൽ സാധാരണ സംഭവിക്കാറുള്ള ഈഗോ ക്ലാഷ് ഉരസലിനപ്പുറം എന്തെങ്കിലും പ്രാധാന്യം ഈ കേസിനുണ്ടോ? മേയർ ഡ്രൈവർ പോരിനു പിന്നിൽ ഡ്രൈവർ മേയറോടോ ഭർത്താവായ MLA യോടോ അതല്ലെങ്കിൽ ഇരുവരോടോ ഇവർ ആരോപിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വഷളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോലത്തിൽ ഡ്രൈവർ ഏതും നടക്കില്ലായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് ജി ശക്തിധരന്റെ പ്രതികരണത്തിൽ പറയുന്നത്. തിരുവനന്തപുരത്തെ CPM-നെ എനിക്ക് അറിയാമെന്നും അതിന്റെ നേതാക്കളെയും അവർ എങ്ങനെ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുമെന്നും എനിക്കറിയാമെന്നും ശക്തിധരൻ ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. സംഭവം കത്തിക്കാൻ തന്നെ കച്ച കെട്ടി ഇറങ്ങിയവർ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മേയറെയും MLA-യും ബലിയാടാക്കുകയായിരുന്നുവെന്നുമാണ് ശക്തിധരൻ പറയുന്നത്. ഇവർക്ക് കൈത്താങ്ങുമായി രംഗപ്രവേശം ചെയ്തവർ നഗരവും പരിസര പ്രദേശവും ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചു കത്തുമെന്ന് ഇരുവരെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നെങ്കിലും ഒരു പൂട പോലും അനങ്ങിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇതു സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടവരുടെ പട്ടിക നോക്കിയാൽ അറിയാം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നഗരത്തിലെ കച്ചവടക്കാരെ പിടുങ്ങിയും പാർട്ടി ആഹ്വാനം ചെയ്യുന്ന ഫണ്ട് ശേഖരണം അമുക്കിയും കഴിയുന്ന പാരസൈറ്റുകളാണിവർ. ഈ പ്രതികരണ തൊഴിലാളികളിൽ മാന്യരായ അധികം പേരില്ല. അറിയപ്പെടുന്ന ഒരാൾ പോലും മേയർക്ക് പിന്തുണയുമായി എത്തിയതുമില്ല. നാവ് വാടകയ്ക്ക് കൊടുക്കുന്ന കൂലികളാണ് പ്രതികരിച്ചവരിലേറെയും. മേയറുടെയും ഭർത്താവിന്റെയും പേരുകൾ വെച്ച് തിരക്കഥ ചമച്ചാൽ അത് തലസ്ഥാനത്ത് വേവുന്ന പരിപ്പല്ല. തൃക്കാക്കരയിലും വടകരയിലും അശ്ലീല വീഡിയോ കഥ പ്രചരിപ്പിച്ച രീതി തലസ്ഥാനത്ത് ചെലവാകില്ല. ആരാണ് ഈ തിരക്കഥ ചമയ്ക്കുന്നതെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതാണ് ഈ ബോംബ് തുടക്കത്തിൽ തന്നെ ചീറ്റിയതും നനഞ്ഞ പടക്കമായി മാറിയതും. ഇത്തരം ഒരാക്ഷേപം ഉയർത്തിയാലും ജനങ്ങളിൽ നിന്ന് നനഞ്ഞ പ്രതികരണമേ ഉണ്ടാകൂ എന്ന് CPM-നും ബോധ്യമായി. മേയർ എന്തെങ്കിലും അഴിമതി കാണിച്ചു എന്ന് ഞാൻ പറയില്ല. പക്ഷേ നഗരസഭാ ഭരണം ഇത്രമേൽ കൊടിയ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന മറ്റൊരു കാലം തലസ്ഥാനത്തുണ്ടായിട്ടില്ല. അതെല്ലാം എഴുതിയാൽ അവിടെ സ്ഥലം പോരാതെ വരും. ആരാധ്യ മേയർ വെറും നോക്കുകുത്തിയാണ്. അവർക്ക് CPM എന്താണെന്ന് അറിയില്ല. മേയർ പദവി ഏറ്റെടുത്തപ്പോൾ തന്നെ രഹസ്യമായി വളരെ അകലെയുള്ള മറ്റൊരു ജില്ലയിലെ കേന്ദ്രത്തിലേക്ക് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മേയർ പാർട്ടി അറിയാതെ നഗരസഭാ ഭരണത്തിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഇത്തരത്തിലൊരു പരിസമാപ്തിയെ ഉണ്ടാകൂ. കോടാനുകോടി രൂപ പല തട്ടിലായി ചോർന്നു. തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്തുന്നു. KSRTC-യിൽ പ്രതിദിനം 715 രൂപ മാത്രം ശമ്പളം ലഭിക്കുന്ന നിരാലംബനായ ഒരു ഡ്രൈവർ ആരാധ്യയായ മേയറെയും തിണ്ണമിടുക്ക് കാണിക്കുന്ന അവരുടെ ഭർത്താവിന്റെയും നേരെ ലൈംഗിക ചേഷ്ട കാട്ടിയെന്ന ആരോപണത്തിന്റെ പേരിൽ നിഷ്കരുണം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടപ്പോൾ ഡ്രൈവർക്ക് നീതി ലഭിക്കാൻ രംഗത്തിറങ്ങിയ മുൻ ഹൈക്കോടതി ജഡ്ജിയും മുൻ DGP-യും സാമ്പത്തിക ശാസ്ത്രജ്ഞയും പ്രഗത്ഭ നിയമജ്ഞരും വിശിഷ്ട വ്യക്തികളും സമൂഹത്തിന്റെ ആദരവ് പിടിച്ചുപറ്റുന്നുണ്ട് എന്നതിൽ ഒട്ടും തർക്കമില്ല. പക്ഷേ മനസാക്ഷി ലവലേശം അവശേഷിക്കാത്ത കാരിരുമ്പ് പോലുള്ള ഒരു ഭരണകൂടത്തെ നേരിടാൻ യദു എന്ന ഡ്രൈവർ ഇത്തിരി പോന്ന ഒരു ഡ്രൈവർ അശ്വിന് എങ്ങനെ ഇതുമാത്രം കൊണ്ട് കഴിയും? സുഹൃത്തുക്കളെ, അയാളോടൊപ്പം പ്രബല യൂണിയൻ ഇല്ല, തൊഴിലാളി വർഗ പാർട്ടിയില്ല. യദുവിനെ തുഴച്ചാൽ സ്വന്തം തൊഴിൽ പോകുമോ എന്ന ഭയത്തിലാണിവർ. പിണറായി വിജയൻ വാഴുന്ന കേരളമല്ല ഇത്. അമ്മത്തൊട്ടിലിൽ കിടന്ന പിഞ്ചോമനയെ റാഞ്ചിയെടുത്ത് അന്യ സംസ്ഥാനത്ത് കൊണ്ടുപോയി വിറ്റ കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുക്കാതെ പൂഴ്ത്തിയ നേതാവാണ് ചാനലിൽ വന്നിരുന്ന് ഈ അല്പത്വം വിളമ്പുന്നത്. പാർട്ടിയുടെ കടാക്ഷമുണ്ടെങ്കിൽ നാളെ ഈ ഏബ്യൻ MLA-യോ MP-യോ ആകും. എന്തൊരു അത്ഭുത ജീവിയാണ് യദു. ഇത്രയേറെ പേർ ഒരാളുടെ ലൈംഗിക ചേഷ്ട കണ്ട് രാത്രി എങ്ങനെയാണ് ഉന്മാദരാവസ്ഥയിലായത്? സഹികെട്ട് യദു ഒരു നേതാവിനോട് ചാനലിൽ പറയുന്നത് കേട്ട്, സാറേ ഞാൻ ജീൻസ് ആണ് എപ്പോഴും ഇടുന്നതെന്ന്. സാറിന്റെ കുടുംബാംഗം ഭയക്കേണ്ട എന്നാണ് വ്യാഖ്യം. ബസ്സിലിരുന്ന് അസംഭവ്യമായ അശ്ലീല ചേഷ്ട കാണിച്ചാൽ ഇതാണ് ശിക്ഷ എങ്കിൽ പ്രതികാരദാഹിയായ യദുവിൽ നിന്ന് ആരാധ്യയായ മേയർ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? 5 ദിവസമായി അയാൾ കൊടുത്ത പരാതി പോലും സ്വീകരിക്കുക പോലും ചെയ്യാതിരിക്കുകയും അക്രമം കാട്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന മേയറെയും ഭർത്താവിനെയും ഈ സംഭവത്തിൽ എന്തൊക്കെ തെളിവിലുണ്ടോ അതെല്ലാം നശിപ്പിക്കാൻ അധികൃതർ കൂട്ടുനിൽക്കുകയും തൊഴിൽ നഷ്ടപ്പെട്ട ഈ ഒറ്റയാൻ ഡ്രൈവറെ എന്തൊക്കെ തരത്തിൽ പീഡിപ്പിക്കാമോ അതെല്ലാം ചെയ്യുകയും അയാളെ ആഭാസനെന്നും സ്ത്രീലമ്പടനെന്നും പരസ്യമായി ചാനലുകളിൽ നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഈ പച്ചയായ തെളിവുകൾ കൺമുന്നിലുള്ളത് കൊണ്ടാണ് ലൈംഗിക ചേഷ്ടകഥ നിർമ്മിതിയാണെന്ന് പറയുന്നത്. അധികാരപ്രമത്തരായ CPM നേതാക്കൾ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നത്
ഈ ഡ്രൈവർക്ക് നീതി ലഭിക്കണമെന്നിൽ ആവശ്യപ്പെടുന്ന കുടുംബത്തിലെ ഏതെങ്കിലും സ്ത്രീക്കാണ് ഇതേ അനുഭവം ഉണ്ടായതെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കുക എന്നാണ്. എന്താ യദുവിന്റെ നെറ്റിയിൽ ഇങ്ങനെ അശ്ലീല ചേഷ്ട കാണിക്കുന്ന യന്ത്രം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണോ? അതെങ്ങനെ ഭൂമിയോളം താണ കാറിലിരുന്ന് ആരാധ്യയായ മേയർ കണ്ടു? നിരവധി സംശയങ്ങളാണ് ശക്തിധരൻ ഉന്നയിക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും മൂടിവെക്കാനാണോ ഈ നാടകമെന്ന ചോദ്യമാണ് ശക്തിധരൻ ഉന്നയിക്കുന്നത്.